സോഡയുടെ ഇത് തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തോളമായി തുടങ്ങിയിട്ട്. പിന്നെ അന്ന് പഴയ കറക്കുന്ന മെഷീൻ ഉപയോഗിച്ചായിരുന്നു അന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം പിന്നെ ഈ ചവിട്ടുന്ന മെഷീൻ വാങ്ങിച്ചു, അത് ചെയ്തു. ഇപ്പോൾ 2 വർഷമായി, 1.5 വർഷം കഴിഞ്ഞു പുതിയ മെഷീന് ഇത് മേടിച്ചിട്ട്. പിന്നെ കോളയുടെ പരിപാടിയും കൂടെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് വാങ്ങിച്ചതാണ്. കോളയുടെ പരിപാടി ചെയ്യാൻ പറ്റിയില്ല. ഹസ്ബൻഡ് പെട്ടെന്ന് മരണപ്പെട്ട കാരണം അതിൻ്റെ നടപടിയിലേക്ക് പോയിട്ടില്ല. പിന്നെ കടകളും അത്യാവശ്യം കടകൾ ഇവിടെ ടൗണിൽ വയ്ക്കുന്നുണ്ട്. ഇരിക്കുന്ന ഇത് മെഷീൻ ചേമ്പറാണ്. ആ ചേമ്പറിലേക്ക് നമ്മൾ ഗ്യാസും വെള്ളവും കൂടെ കൂടി കയറിയിട്ട് അത് നമുക്ക് മീറ്റർ കാണിച്ചിട്ടില്ല, മുകളിൽ തെർമോമീറ്റർ കാണിച്ചിട്ടുണ്ട്. ആ തെർമോമീറ്ററിലേക്ക് രണ്ടും കൂടെ കൂടി മിക്സായി കഴിയുമ്പോൾ അതിൻ്റെ എത്ര 100 ഇട്ടടിച്ചാൽ മതി. നമുക്ക് 100-150 അവർ പറയുന്നത്. പക്ഷെ 100 ഇട്ടടിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഗ്യാസ് ആകുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റ് നോക്കണം. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ മെഷീൻ ഓൺ ചെയ്യാൻ. ഇത് സെമി ഓട്ടോമാറ്റിക് ഫില്ലിംഗ് മെഷീനാണ് അതാണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം ഇത് ഓൺ ചെയ്യാൻ. ഓൺ ചെയ്തപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇത് പോകുന്നത്. മെഷീൻ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നി. പഴയ മെഷീനിൽ അടിച്ച് പഠിച്ചതായിരുന്നു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരാഴ്ച കൊണ്ട് ഞാനിത് പഠിച്ചെടുത്തു. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നുണ്ട്. എനിക്ക് ഒരു 10 കേസ് അരമണിക്കൂറിന് ഉള്ളിൽ അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് കോളയും അടിക്കാം സോഡയും അടിക്കാവുന്ന മെഷീനാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് നമുക്ക് കൂട്ടി അടിക്കാം, പെട്ടെന്ന് തന്നെ കൂട്ടി അടിക്കാം. ഒരെണ്ണം അടിച്ച് കയറി വരുമ്പോഴത്തേക്കും അടുത്ത കുപ്പി കയറ്റി വയ്ക്കാൻ പാകത്തിന് നമുക്ക് സ്പീഡ് കൂട്ടി അടിക്കാം. പിന്നെ ഇത് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് 300 മില്ലി ആക്കി ഇടാനും കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ് ഇത്. ഈ മെഷീൻ മേടിക്കാനായിട്ട് ലോണിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സ്ത്രീകൾക്കൊക്കെ കുടുംബശ്രീ വഴി ചെയ്യാനുള്ള ഇതൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ CDSുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു RKIDPയുടെ ഒരു പുതിയ പദ്ധതിയുണ്ട്, അതിലൊന്ന് ബന്ധപ്പെടാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു 20 വർഷമായിട്ട് കുടുംബശ്രീയിലെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1.5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തു.